ഞങ്ങളുടെ വീടിന്റെ വീഡിയോസ് കാണുന്ന സമയത്ത് ഇപ്പോഴും ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ടൈലിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടാ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ടൈൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ടൈൽസ് ഒന്നും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും ഫ്ലോറിൽ മൊത്തം ഒരേ ടൈൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കജാരിയുടെ ജനസിസ് മാർഫിൽ എന്ന് പറയുന്ന 1600x800 സൈസിൽ വരുന്ന ടൈലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീട് പണി സമയത്ത് അത് ടൈല് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭംഗി തോന്നില്ല. അത് ശരിക്കും ആ ഇൻറ്റീരിയർ കംപ്ലീറ്റ് പെയിൻ്റ് അടക്കം ലൈറ്റ് അടക്കം ഇൻറ്റീരിയറും ഫർണിച്ചറും എല്ലാം വന്നാലേ അതിന് ഭംഗി ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മളത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ പലരും ചോദിക്കും ഇത് ടൈൽ ഇട്ടിട്ടുണ്ടോ, അത് എങ്ങനെ ഇരിക്കണേന്നുള്ള ചോദിക്കും. അത് മാറ്റ് ഫിനിഷിൻ്റെ ഒരു പ്രത്യേകമാണ്, തിളക്കം ഉണ്ടാവില്ലല്ലോ. പിന്നുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ഒരുപാട് ടൈൽസൊന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ഈ ടൈൽസിന് വേണ്ടി ഒരുപാട് നടക്കണം വന്നിട്ടുണ്ട്. എറണാകുളത്ത് നമ്മൾ കജാരിയുടെ ഷോറൂമിൽ നോക്കി, ഞങ്ങൾ ടൈലെടുത്ത ഷോറൂമിൽ തന്നെ ഒരുപാട് തവണ പോയി നോക്കി. എന്നിട്ടും ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം നമ്മൾ ആ ഒരു ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈൽ അല്ലെങ്കിൽ 2 ടൈലായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അപ്പോഴും നമ്മുടെ ആ ഒരു എന്താ പറയുക ഇമാജിനേഷനിൽ അത് ഫുൾ ടൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ്. ശരിക്കും നമ്മൾ ആ ഒരു കാണുന്ന ടൈല് പോലെ ആയിരിക്കില്ല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാണുന്നത് ഇടുന്നത് നല്ല വ്യത്യാസമുണ്ട്. ചില ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുമ്പോൾ അടിപൊളിയായിരിക്കും, ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തികേടാവാറുണ്ട്. പിന്നെ ഞങ്ങൾ ആകെ യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വുഡൻ ടൈപ്പ് ടൈൽസാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഒരു കോട്ടിയാടില്ല, അതായത് പ്രൈവറ്റ് കോട്ടിയാട് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് അവിടെ കോട്ടിയാടിൽ ബേ വിൻഡോയിൽ, അതുപോലെ തന്നെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അടിയിലുള്ള ആ ഒരു സ്റ്റഡി ഏരിയയിലും മുകളിലുള്ള 2 ബാൽക്കണിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കജാരിയുടെ ഓർക്ക ഡിലൈറ്റ് എന്ന് പറയുന്ന 1200x200 സൈസിൽ വരുന്ന ടൈലാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു വുഡൻ ടൈപ്പ് ടൈൽ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ആ ഒരു 45 ഒക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ശരിക്കും ആ ഒരു വുഡ് ഫീലാണ് നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് കുറച്ച് അകലെന്ന് നോക്കുമ്പോഴൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കജാരിയുടെ തന്നെ എസൻസ ഷീഷാം എന്ന് പറഞ്ഞാൽ 1200x600 സൈസിൽ വരുന്ന ടൈലുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ സെയിം ടൈൽ തന്നെയാണ് നമ്മൾ ആ ഒരു പാഷിയോയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ആ ഒരു സ്റ്റെപ്പിൽ ചെയ്തിട്ടില്ലേ, അതും സെയിം ടൈൽ തന്നെയാണ്. അത് നമ്മൾ ബാക്കി വന്നത് അവിടെ യൂട്ടിലൈസ് ചെയ്തു എന്ന് മാത്രം. പിന്നെ നമ്മൾ കിച്ചൺ സ്ലാബിലും ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിലൊക്കെ എടുത്തത് നാനോ വൈറ്റ് ടൈലാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോഴും പ്ലാനിൻ്റെ ഡീറ്റെയിൽസും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ ഇടയ്ക്ക് മെസ്സേജ് നോക്കുന്നുണ്ട്, ആ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും റിപ്ലൈ തരും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ആ മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമ്മളൊന്ന് ഫോളോ ചെയ്ത് പോലും സപ്പോർട്ട് ചെയ്യാൻ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാത്ത, അത്രയും താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി മെസ്സേജ് അയക്കാൻ ചിലപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മളൊന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ അയക്കുന്നതായിരിക്കും.